ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഈ മെയ് മാസത്തിൽ മുഴുവനും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴൊക്കെ ജനങ്ങൾ ഈശോയുടെ അടുത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വന്നുവോ, അപ്പോഴെല്ലാം നിന്റെ വിശ്വാസം പോലെ നിന്നിൽ ഭവിക്കട്ടെ എന്നാണ് ഈശോ അരുളി ചെയ്തത്. വിശ്വാസം യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, എന്നാൽ അത് ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഉറപ്പാണ്. അത് നമ്മുടെ ആന്തരിക നയനങ്ങൾ കൊണ്ട് കാണുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യേണ്ടതാണ്. ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ ഈ മെയ് മാസം മുഴുവനും കർത്താവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനും ഈ മെയ് മാസം മുഴുവനും സംതൃപ്തിയുടെയും സമാധാനത്തിൻ്റെയും ഐക്യതയുടെയും ഐശ്വര്യത്തിൻ്റെയും ജീവിതം നയിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം നിങ്ങളെ സഹായിച്ചിരിക്കും. ഇന്ന് കർത്താവായ യേശു നിങ്ങളുടെ ശക്തിയും വിജയവുമായി നിങ്ങളുടെ കൂടെയുണ്ടാകും. ഈ മാസം മുഴുവൻ നിങ്ങൾക്ക് ആശങ്കയോ ഭയമോ വേദനയോ നിരാശയോ വേണ്ട. ഇന്ന് ഈ മാസം മുഴുവൻ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകാൻ കർത്താവായ ദൈവത്തിൻ്റെ നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. അതിനാൽ ദൈവത്തിൽ മാത്രമാണ് ആശ്വാസം കണ്ടെത്തേണ്ടത്, ദൈവത്തിൽ മാത്രമാണ് പ്രത്യാശ വയ്ക്കേണ്ടത്. എന്തെന്നാൽ അവിടത്തേക്ക് മാത്രമേ നമ്മെ ആവശ്യ നേരത്ത് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. ശത്രുവിനെതിരെ ഈ മാസം കർത്താവായ ദൈവം പ്രത്യേകം നിങ്ങളെ സഹായിക്കും, സംരക്ഷിക്കും. അവിടുന്ന് ഈ മാസത്തിൽ ഓരോ ദിവസവും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട് അവിടുന്ന് നമ്മെ രക്ഷിക്കുന്നതിനു വേണ്ടി ഹൃദയത്തിൽ എളിമയും വിശുദ്ധിയും നിലനിർത്തി ദൈവസന്നിധിയിൽ നമ്മുടെ ബലഹീനതകളെ ഓർത്ത് മാപ്പ് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ മെയ് മാസത്തിൽ നിങ്ങൾക്കാവശ്യമായ 5 നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന മാസമാണ് ഈ മെയ് മാസം. ഈ 5 നിയോഗം എഴുതി വെച്ച് ഓരോ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ നിരത്തി വയ്ക്കുക. നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതിന് മുൻപ് കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നുണ്ട്. അവിടുന്ന് നമ്മോട് അരുളി ചെയ്യുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നമ്മുടെ 5 നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അവിടുത്തെ സന്നിധിയിൽ നിന്ന് കൂടുതൽ കാരുണ്യം നമുക്ക് സ്വീകരിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുന്നതിന് തടസ്സമായി നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും പാപം വസിക്കുന്നു എങ്കിൽ ദൈവസന്നിധിയിൽ മാപ്പ് ചോദിച്ച് ഹൃദയവിശുദ്ധിക്കു വേണ്ടി, എളിമയും വിശ്വസ്തതയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ തീർച്ചയായും കർത്താവ് അനുഗ്രഹിക്കും. അവിടുത്തെ വലത്തുകരം ഈ മെയ് മാസത്തിൽ നമ്മെ രക്ഷിക്കുവാനും വിജയിപ്പിക്കുവാനും നമ്മുടെ കൂടെയുണ്ടാകും. വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം
നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അവസാനമായി സഹോദരരെ, സത്യവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ടാകും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ മെയ് മാസം മുഴുവൻ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ മെയ് മാസം നടക്കേണ്ട എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു. ഈ മെയ് മാസത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളെയും വിവാഹങ്ങളെയും എല്ലാ ബർത്ത്ഡേ ആഘോഷങ്ങളെയും വിവാഹ വാർഷികങ്ങളെയും മറ്റെല്ലാ ചടങ്ങുകളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ മാസം റിസൾട്ട് കാത്തിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ മാസം പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ മാസം ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയതായി ജോലിയിൽ കയറുന്ന എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്കും, ജോലി ചെയ്തിട്ടും ശമ്പളം ഇതുവരെ നൽകിയിട്ടില്ല ലഭിക്കാത്തവർക്കും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരുണയുടെ ഫലം അനുഭവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ മാസം എല്ലാവിധ അനുഗ്രഹങ്ങളാലും ഞങ്ങളുടെ വരുമാന മേഖലയെ നീ ഉയർത്തണമേ. കർത്താവെ, ഈ മാസം ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമ്പത്തിൻ്റെ കലവറയായ ദൈവമേ, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകും എന്നരുളി ചെയ്ത കർത്താവിൻ്റെ സമ്പന്നതയിൽ നിന്ന്, അവിടുത്തെ സമൃദ്ധിയിൽ നിന്ന് ഈ മെയ് മാസത്തിൽ ഞങ്ങൾക്കാവശ്യമായ ധനം, സമ്പത്ത് അവിടുന്ന് നൽകും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. എന്തെന്നാൽ കാണപ്പെടുന്നത് അല്ലല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, കാണപ്പെടാത്തതിലാണ്. കർത്താവെ, കാണപ്പെടുന്നതിലുള്ള വിശ്വാസമല്ല, കാണപ്പെടാത്തതിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് ആഴത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കണമേ. കർത്താവെ, ഈ മാസം ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തിക കാര്യങ്ങളെ അങ്ങ് ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവിടുന്ന് ഏറ്റെടുത്ത് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ. ധാരാളം പേർ കടബാധ്യതകളാൽ വേദനിക്കുന്നു. കടം കൊടുത്തിട്ട് പണം തിരികെ ലഭിക്കാത്തതിനാൽ ദാരിദ്ര്യത്തിലായിരിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ആരോടും ഒന്നും പറയാൻ കഴിയാതെ വിശ്വാസത്തിൻ്റെ പേരിൽ പണം കടം കൊടുത്തു. എന്നാൽ ഇപ്പോൾ അവർ ദരിദ്രരായി, ഒന്നുമില്ലാത്തവരായി വസിക്കുന്നു. അവരുടെ വേദന നീ കാണണമേ. കർത്താവേ, കടം കൊടുക്കാനുള്ളവർക്ക് അതിനുള്ള സാമ്പത്തിക സഹായം തുറന്നു കൊടുത്ത് അവരുടെ കടബാധ്യത എത്രയും പെട്ടെന്ന് തീർത്തു കൊടുത്ത് നൽകിയവർക്ക് സന്തോഷവും സമാധാനവും നൽകി അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ഈ നന്മ പ്രവൃത്തികൾ നിർത്താതെ വീണ്ടും തുടരുന്നതിനും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്നാണ് ഞങ്ങളുടെ കടങ്ങൾ വീട്ടുന്നത്, അവിടുന്നാണ് ഞങ്ങൾക്ക് സമ്പത്ത് നൽകുന്നത്, അവിടുന്നാണ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം. കർത്താവെ, എപ്പോഴൊക്കെ ജനങ്ങൾ അത്ഭുതം കാണാൻ, സൗഖ്യത്തിനും വിടുതലിനും അനുഗ്രഹങ്ങൾക്കും വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ വന്നു, അപ്പോഴെല്ലാം അവിടുത്തെ ശക്തമായ കരം നീട്ടി അവരെ സംരക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും വിടുവിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. കർത്താവെ, അങ്ങയുടെ ഈ കാരുണ്യം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ
ദിവസവും പ്രാർത്ഥിക്കുന്നവർക്ക് ഈ പ്രാർത്ഥന അനേകം വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവരിലേക്ക് എല്ലാം നിന്റെ അനുഗ്രഹങ്ങൾ പെരുമഴ പോലെ പെയ്യിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നാളും ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഈ മാസം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുന്നതിനും ഈ മാസം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാസമാക്കി മാറ്റണമേ. പരിശുദ്ധ അമ്മയുടെ വണക്കമാസമായ ഈ മെയ് മാസത്തിൽ കർത്താവായ യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും ഞങ്ങൾ പ്രാപിക്കുന്നതിന് ഈ മെയ് മാസത്തെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. ഈ മെയ് മാസത്തിൽ അത്ഭുതങ്ങൾക്കുമേലെ അത്ഭുതങ്ങൾ കാണുവാൻ ഓരോ ദിവസവും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവരുടെ ഹൃദയത്തിലെ നിയോഗങ്ങളെയും ദൈവമേ ഈ സമയം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മാസം സഹായകനായ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്കാവശ്യമായ സഹായങ്ങൾ നൽകി ഞങ്ങളെ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും സ്നേഹത്തിനും പാത്രരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഓരോ നിമിഷവുമുള്ള അനുഗ്രഹങ്ങളെ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ ഞങ്ങൾ സ്വന്തമാക്കുന്നതിന് പരിശുദ്ധാത്മാവായ ദൈവമേ ഈ മെയ് മാസത്തിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിസയ്ക്കും PR-നും വേണ്ടി അപേക്ഷിച്ചിട്ട് അനേകം വ്യക്തികൾക്ക് വർഷങ്ങളായി അത് തടസ്സപ്പെട്ട് കിടക്കുന്നു. കർത്താവെ, അവരുടെ ഈ അവസ്ഥയെ അവിടുന്ന് കണ്ട് ഇതുവരെ അവർക്ക് PR ലഭിക്കാത്തതിനാൽ അവർ അനുഭവിക്കുന്ന നഷ്ടങ്ങളെയും പരാജയങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകണമേ. വിസയ്ക്കും PR-നും അപേക്ഷിച്ചിരിക്കുന്നവർക്ക് ഈ മാസം ഒരു സദ്വാർത്തയുടെ സന്തോഷത്തിൻ്റെ മാസമാക്കി കൊടുക്കണമേ. എല്ലാ മേഖലയിലും വിദേശ യാത്ര ചെയ്യുന്നവരെ, വിദേശത്തായിരിക്കുന്നവരെ അവിടുന്ന് പ്രത്യേകം അനുഗ്രഹിക്കുകയും അവർക്കാവശ്യമായ സംരക്ഷണവും സഹായവും നൽകി സൗഖ്യവും വിടുതലും നൽകി ഈ മെയ് മാസത്തിൽ പൂർണ്ണ സന്തോഷം അനുഭവിക്കുന്നതിന്, ദൈവത്തിൽ അവർ ആനന്ദം കൊള്ളുന്നതിന്, ദൈവം എൻ്റെ ജീവിതത്തിൽ നടത്തിയ അത്ഭുതങ്ങളെ പ്രതി അവർ സന്തോഷിക്കുന്നതിന് ഈ മാസത്തെ കർത്താവെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. കർത്താവെ, ഈ മാസം പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വലിയ നല്ല റിസൾട്ട് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണമേ. ദൈവമേ, ഈ മാസം പരീക്ഷ എഴുതുന്ന, പ്രത്യേകിച്ച് പ്രൊഫഷണൽ എക്സാംസ് എഴുതുന്ന മക്കളുടെ കൂടെ നിന്ന് അവർക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും വിവേകവും ഓർമ്മശക്തിയും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മാസം നടക്കുന്ന വിവാഹങ്ങളെ എല്ലാം നീ അനുഗ്രഹിക്കണമേ. ഈ ആഴ്ചയിലും ഈ മാസത്തിലും നടക്കുന്ന എല്ലാ ചടങ്ങുകളെയും നീ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകി ഈ മാസം വിവാഹിതരാകുന്ന എല്ലാ ദമ്പതിമാരെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി ദൈവിക കൃപാ കടാക്ഷങ്ങൾ നൽകി കുടുംബജീവിതം സന്തോഷമായി നയിക്കുന്നതിന് ആവശ്യമായ ദൈവിക അനുഗ്രഹങ്ങൾ നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മാസം ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ വിവേകവും വിജ്ഞാനവും സഹായവും നൽകി ഗവൺമെൻറ്റിൻ്റെയും മറ്റ് വ്യക്തികളുടെയും അവർക്കാവശ്യമായ സഹായം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ബിസിനസ് ചെയ്യുന്ന ഓരോ വ്യക്തികളെയും നീ പുതിയ ജ്ഞാനവും വിവേകവും നൽകി ബിസിനസ്സിൽ അഭിവൃദ്ധി ലഭിക്കുന്നതിനുള്ള കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ. ബിസിനസ്സിൽ ഒരിക്കലും അനീതി പ്രവർത്തിക്കാതിരിക്കുക, അന്യായം പ്രവർത്തിക്കാതിരിക്കുക. അങ്ങനെയുള്ള ബിസിനസ്സാണ് കർത്താവ് ഉയർത്തുന്നത്. അതാർക്കും തടയാൻ സാധിക്കുകയില്ല. എല്ലായിടവും ക്ഷാമവും നഷ്ടങ്ങളും വന്നാലും ദൈവത്തിൻ്റെ നീതിയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ഒരിക്കലും കുറവുണ്ടാവുകയില്ല. ക്ഷാമം അവരെ തൊടുകയില്ല, അനീതി അവരെ സ്പർശിക്കുകയില്ല.
അതിനാൽ നഷ്ടങ്ങളും പരാജയങ്ങളും അവരെ സ്പർശിക്കുകയില്ല. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരിക്കലും തകർച്ച അനുഭവിക്കേണ്ടി വരികയില്ല. മറ്റുള്ളവരെ സഹായിക്കാനാണ് ഓരോരുത്തരും ബിസിനസ് തുടങ്ങുന്നത്. അതിനാൽ തന്നെ അവരെ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തിയിരിക്കും. കർത്താവെ, ജോലി മേഖലയിൽ വേദനിക്കുന്ന, വിഷമിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ജോലി ചെയ്യുന്നിടത്ത് സമാധാനവും ഐക്യതയും സന്തോഷവുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി അവരുടെ ജോലിയിൽ ഏറ്റവും നല്ല രീതിയിൽ കാഴ്ചവെക്കുവാൻ, അവരുടെ കഴിവുകളെ പൂർണ്ണമായി ഉപയോഗിച്ച് ജോലിയിൽ അഭിവൃദ്ധി ലഭിക്കുന്നതിനു വേണ്ടി ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഈ മാസം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ശക്തിയും വിജയവും ഞങ്ങളുടെ കൂടെയുണ്ടായി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒപ്പം ഈ മാസം ഞങ്ങൾക്ക് നേരെ ഏതെങ്കിലും ശത്രുദോഷങ്ങളോ ശാപദോഷ ബന്ധനങ്ങളോ പൈശാചിക ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങളോ തിന്മയുടെ സ്വാധീനങ്ങളോ ഉണ്ടെങ്കിൽ കർത്താവെ, അതിനെയെല്ലാം നിൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല അന്ധകാര ശക്തികളിൽ നിന്നും, പൈശാചിക ദുർമന്ത്രവാദങ്ങളിൽ നിന്നും, ദുഷ്ടതയിൽ നിന്നും കർത്താവെ, ഈ മാസം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും പ്രത്യേകം നീ സംരക്ഷിക്കണമേ. ശത്രുവിനെതിരെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, മനുഷ്യരിൽ ആശ്രയം വെക്കുന്നത് വ്യർത്ഥമാണ്. ദൈവത്തോട് ഞങ്ങൾ ആശ്രയം വെക്കുവാൻ, ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് ദൈവം ഞങ്ങൾക്ക് വേണ്ടി പൊരുതുന്നത് കാണുവാൻ, ധീരമായി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പൊരുതുന്നത് കാണുവാൻ ദൈവമേ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ശത്രുവിനെതിരെ ദൈവം പോരാടുന്നത് കാണുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുത്തെ അനുഗ്രഹം കൂടാതെ ആർക്കും ഒന്നും സ്വന്തമാക്കാൻ സാധിക്കുകയില്ല. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത്ത് കൈയാൽ ഞങ്ങളെ ഓരോ നിമിഷവും രക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങൾക്ക് മോചനവും സൗഖ്യവും നൽകി ഈ മെയ് മാസം അനുഗ്രഹപ്രദമാക്കണമേ. പ്രത്യേകമായി രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായ മക്കൾക്ക് ആശ്വാസവും അനുഗ്രഹവും നൽകി, ശക്തി നൽകി, ആരോഗ്യം നൽകി തിരികെ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ എല്ലാ അസ്വസ്ഥതകളും വേദനകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ഈ സഹോദരീ സഹോദരങ്ങളുടെ ആഗ്രഹങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഞാനിപ്പോൾ സമർപ്പിക്കുന്നു. ഈ മെയ് മാസം ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും കുടുംബ ഭദ്രതയും സംരക്ഷണവും ഉണ്ടാകണമേ. കുടുംബത്തിൽ എല്ലാവരും സന്തോഷിക്കുന്നത് കാണാൻ, സമാധാനത്തോടെ പ്രവർത്തിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കുടുംബാംഗങ്ങൾ ഒന്നിച്ച് എല്ലാ മേഖലയിലും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരവർ ചെയ്യേണ്ട കടമകൾ ചെയ്തു തീർക്കുവാൻ ഈ മാസം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ അശ്ലീലങ്ങൾക്കോ പുകവലിക്കോ മറ്റേതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങളിൽ കഴിയുന്നുണ്ട് എങ്കിൽ കർത്താവായ ഈശോയെ, ദൈവപുത്രരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഈ മക്കളെ കൊണ്ടുവരണമേ. കർത്താവ് ഞങ്ങളെ സ്വതന്ത്രരാക്കിയാൽ, പുത്രൻ ഞങ്ങളെ സ്വതന്ത്രരാക്കിയാൽ ഞങ്ങൾ തീർച്ചയായും സ്വാതന്ത്ര്യം അനുഭവിക്കും. അതിനാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങൾക്ക് അടിമപ്പെട്ട് ഇനി എന്ത് ചെയ്യും, എങ്ങനെ പുറത്തു കടക്കും എന്നറിയാതെ ബന്ധനാവസ്ഥയിലുണ്ട് എങ്കിൽ ദൈവമേ, ഈ മെയ് മാസം പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ, പരിശുദ്ധ അമ്മയുടെ നീല മേലങ്കിയുടെ സംരക്ഷണം അവർക്ക് നൽകി, പരിശുദ്ധാത്മാവിൻ്റെ സഹായം അവർക്ക് നൽകി ഈ മെയ് മാസം വലിയ അനുഗ്രഹങ്ങളുടെ മാസമാക്കി, മോചനത്തിൻ്റെ മാസമാക്കി, സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും മാസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മെയ് മാസം വസ്തുവും വീടും ക്രയവിക്രയം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതുവരെ വീടും വസ്തുവും
സ്വന്തം പേരിൽ എഴുതി കിട്ടാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി വേർപെട്ടുപോയി അതിൻ്റെ സ്വത്തുവകകൾ ആ കുടുംബാംഗങ്ങളുടെ പേരിൽ എഴുതി കിട്ടാതെ കർത്താവെ, ശത്രുക്കളുടെ സ്വാധീനത്താൽ കഴിയുന്ന എല്ലാ ഗവൺമെൻറ് അധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനീതിയിൽ നിന്ന് എല്ലാ വ്യക്തികളെയും നീ രക്ഷിക്കണമേ. നീതി നടപ്പിലാക്കുവാനാണ് ദൈവം ഒരുവനെ ഉന്നത സ്ഥാനം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത്. അതിനാൽ കർത്താവെ, ഈ പരിശുദ്ധ മാസത്തിൽ ദൈവം ഉയർത്തിയിരിക്കുന്ന ഓരോ വ്യക്തികളും ഏറ്റവും എളിമയോടെ വിശ്വസ്തയോടെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാൻ കർത്താവായ ദൈവമേ അവരെ ശക്തിപ്പെടുത്തണമേ. ദൈവമാണ് അവരുടെ ജോലിക്ക് പ്രതിഫലം നൽകുന്നത്, മനുഷ്യരല്ല എന്ന ഒരൊറ്റ തീരുമാനത്താൽ കർത്താവിനെ അനുസരിക്കുവാൻ എല്ലാ ഉദ്യോഗസ്ഥരെയും ഉന്നത പദവിയിലിരിക്കുന്ന ഓരോ അധികാരികളെയും അനുഗ്രഹിക്കണമേ. ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്നത് ദൈവം തന്നെയാണ്. അതിനാൽ ദൈവമാണ് ഒരു വ്യക്തിയെ ഉന്നത പദവിയിലേക്ക് ഉയർത്തുന്നത്. അത് അനീതി പ്രവർത്തിക്കാനല്ല എൻ്റെ സഹോദരങ്ങളെ. അത് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാനാണ്, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ്, പാവങ്ങൾക്കും വിധവകൾക്കും അനാഥർക്കും നീതി നടത്തിക്കൊടുക്കാനാണ്, നിസ്സഹായരെയും ദുർബലരെയും സഹായിക്കാനാണ്. ഒരിക്കലും ആരുടെയും സ്വാധീനത്തിൽ കുടുങ്ങി നിസ്സഹായർക്ക്, ബലഹീനർക്ക്, വിധവകൾക്ക്, അനാഥർക്ക് നിങ്ങൾ നീതി നിഷേധിക്കരുത്. അത് ദൈവമുൻപിൽ വലിയ പാപമാണ്. അതിൻ്റെ ശിക്ഷ നാം അനുഭവിക്കേണ്ടി വരും. നമ്മുടെ കുടുംബാംഗങ്ങൾ, തലമുറകൾ ഒരുപക്ഷെ അനുഭവിക്കേണ്ടി വരും. അതിനാൽ തന്നെ ദൈവസന്നിധിയിൽ എല്ലാ ഉദ്യോഗസ്ഥരും, പ്രത്യേകിച്ച് ഉയർന്ന പദവിയിലിരിക്കുന്ന, ചെറുതും വലുതുമായ പദവിയിലിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ദൈവസന്നിധിയിൽ മാപ്പ് പറഞ്ഞ് ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കുവാനായി ആ സ്ഥാനം ഉപയോഗിക്കുക. തീർച്ചയായും കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. കർത്താവ് നിങ്ങൾക്ക് അവകാശമായി എല്ലാം നൽകും. അതിനാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഗവൺമെൻറ് അധികാരികളോ ഉന്നത അധികാരികളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി ദൈവം നൽകിയ ദാനമാണ്. നിങ്ങളുടെ അധികാര പദവി ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ഓർത്ത് പാവങ്ങൾക്ക് നന്മ ചെയ്യുവാൻ അത് ഉപയോഗിക്കുക. അനാഥർക്കും വിധവകൾക്കും നിസ്സഹായർക്കും ബലഹീനർക്കും നീതി നടപ്പിലാക്കാൻ അത് ഉപയോഗിക്കുക. ദൈവമാണ് നിങ്ങളെ ഉയർത്തുന്നത്. നിങ്ങളുടെ ഈ പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും തലമുറയ്ക്കും അനുഗ്രഹമായി മാറും. അതിനാൽ തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ച പദവി ദുരുപയോഗം ചെയ്യരുത്. അത് വലിയ പാപത്തിലേക്ക് നമ്മെ നയിക്കും. അത് വലിയ നഷ്ടത്തിലും പരാജയത്തിലും നമ്മെ കൊണ്ടെത്തിക്കും. അതിനാൽ തുച്ഛമായ ലാഭങ്ങളെ നോക്കി വലിയ അനുഗ്രഹങ്ങൾ നഷ്ടമാക്കരുത്. നിത്യമായുള്ള സന്തോഷം നഷ്ടമാക്കരുത്. കർത്താവേ, എൻ്റെ ഈ പ്രിയ സഹോദരങ്ങൾക്ക് അങ്ങയെ അനുസരിക്കാനുള്ള കൃപയും കാരുണ്യവും ശക്തിയും നൽകി അവരവരുടെ ഉത്തരവാദിത്തത്തിൽ പൂർണ്ണമായി മികവ് കാട്ടുവാൻ, നീതി പ്രവർത്തിക്കുവാൻ, ന്യായം പാലിക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരീക്ഷ കഴിഞ്ഞ് റിസൾട്ടിനു വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയ കോഴ്സുകളിലേക്ക് പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ എല്ലാം
എല്ലാ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും ഏർപ്പെടുത്തി കൊടുക്കണമേ. കർത്താവെ, അവർക്കൊന്നിനും ഒരു കുറവും ഉണ്ടാകാതെ ആ കുഞ്ഞുങ്ങൾക്ക് പുതിയ സ്കൂളിൽ പഠിക്കുവാൻ, പുതിയ അധ്യയന വർഷം തുടങ്ങുവാൻ ആവശ്യമായ പുസ്തകങ്ങളും മറ്റ് യൂണിഫോംസും മറ്റതിനുള്ള എല്ലാ ആവശ്യങ്ങളും അവർക്ക് നിറവേറ്റി അതിനാവശ്യമായ സാമ്പത്തിക സഹായം നൽകി കുഞ്ഞുങ്ങളുള്ള എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന മക്കളുള്ള എല്ലാ മാതാപിതാക്കളെയും നീ ഇപ്പോൾ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയം ഗർഭിണികളായ എല്ലാ സ്ത്രീകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഗർഭസ്ഥ ശിശുവിനും അവർക്കും പൂർണ്ണ ആരോഗ്യവും സംരക്ഷണവും നൽകി എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും സകല ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാ പ്രഗ്നൻ്റ് ലേഡീസിനെയും നീ അനുഗ്രഹിക്കണമേ. അവർക്കാവശ്യമായ സ്നേഹവും പരിഗണനയും കരുതലും സന്തോഷവും സമാധാനവും നൽകി അവരെ അനുഗ്രഹിക്കണമേ. കൂടുതൽ ദൈവവചനം പഠിക്കുന്നതിന് ഈ ഗർഭസ്ഥകാലം അവർ ചിലവഴിക്കുവാൻ അവരെ സഹായിക്കണമേ. കൂടുതൽ നന്മ ചെയ്യുന്നതിൽ അവരെ വ്യാപൃതരാക്കണമേ. കർത്താവേ, ഈ മാസം ഞങ്ങളുടെ എല്ലാവരുടെയും യാത്രകളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ എല്ലാവരുടെയും ഉദ്യമങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സ്വീകരിച്ച് ഈ മാസം മുഴുവനും ഞങ്ങൾ സന്തോഷഭരിതരാകുവാൻ സമാധാനവും ഐശ്വര്യവും കൊണ്ട് ഞങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും നീ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ മാസം ഞങ്ങളെപ്പോഴും സന്തോഷിക്കുന്നതിന് അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണമേ. പെൻഡിങ് ആക്കി മാറ്റിവെച്ചിരിക്കുന്ന എല്ലാ ജോലികളും തുടങ്ങുന്നതിനും അത് പര്യവസാനിപ്പിക്കുന്നതിനും ഞങ്ങളെ ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും പ്രത്യേകമായി അവിടുന്ന് കേട്ട് ഉത്തരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ മെയ് മാസത്തിൽ നിങ്ങളുടെ ശക്തമായ കാവലും കരുതലും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. അമ്മേ മാതാവേ, നിൻ്റെ നീലമേലങ്കിയുടെ സംരക്ഷണം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും അവരുടെ വസ്തുവകകളിലേക്കും നീ വ്യാപിപ്പിക്കണമേ. നിൻ്റെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും അവരുടെ കൂടെ ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ മെയ് മാസത്തിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും നമ്മെ രക്ഷിക്കട്ടെ. അമിതമായ സൂര്യതാപത്തിൽ നിന്നും
കാലാവസ്ഥാ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഈ മെയ് മാസം ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന എത്തുന്ന എല്ലാ സ്ഥലങ്ങളെയും കുടുംബങ്ങളെയും നീ പ്രത്യേകം സകല ആപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും, പട്ടിണിയിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നും നീ രക്ഷിക്കണമേ. എല്ലാ തകർച്ചകളിൽ നിന്നും ഈ മക്കളെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.